എല്ലാവർക്കുമുള്ള ഉത്തരമായി എൻ്റെ പ്രിയപ്പെട്ടവരെ തേടി എനിക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് ഈ വീഡിയോയിൽ. നമ്മൾ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വീടുണ്ടായിരുന്ന സ്ഥലം. കാലം അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര അച്ഛനെയാണെങ്കിൽ അച്ഛന് പണി ഓട്ടി പോണാണല്ലോ. നമ്മളൊരു ഫാമിലി പോലെ കഴിഞ്ഞ ആൾക്കാരല്ലേ. ഞങ്ങള് പോയിട്ട് എന്താ പിന്നെ ഞങ്ങള് മിസ് ചെയ്താ നിങ്ങൾക്ക് നമ്മളെ പിന്നെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ടുണ്ടായിരിക്കും ഇവരെ കണ്ടിട്ട്. ഇവളുണ്ടല്ലോ, ഇവള് പ്രശ്നക്കാരിയായിരുന്നു ചെറുപ്പത്തില്ലേ. ഇവള് എന്നെ പിടിച്ചൊക്കെ ഇടിക്ക് വരുന്നത്. ഇവള് കന്യാസ്ത്രീ ആയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു ഞെട്ടലായിരുന്നു. ഇവള് കുറുമ്പിയായിരുന്നല്ലോ ചെറുപ്പത്തില്ലേ. ഇതാണോ അവള്? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട്. ഇതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ പഠിച്ചത്. എല്ലാ നാട്ടിലും ആ നാട്ടിൽ ഒരേ ഒരു TV ഉള്ള കേബിൾ കണക്ഷൻ ഉള്ള ഒരു വീടുണ്ടാവുമല്ലോ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരാൾ കൂടി ഉണ്ട്. താങ്ക് യു ഫോർ ബീങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓവർ 12 years അല്ലേ? ഓക്കെ, നീ വേണേ തന്നോ? ആദ്യ വീഡിയോ കണ്ട എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, ആരാണ് ആൻചേച്ചി? ആൻചേച്ചി ഇപ്പോൾ എവിടെയാണ്? ആൻചേച്ചിനൊന്ന് കാണാൻ പറ്റുമോ? എല്ലാവർക്കുമുള്ള ഉത്തരമായി എൻ്റെ പ്രിയപ്പെട്ടവരെ തേടി എനിക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് ഈ വീഡിയോയിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പോർട്രെയിൽസ് ബൈ ഗദ്ദാഫി. ഇപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ ചെട്ടിക്കാട്. നമ്മളുടെ കൊച്ചുനാളിലെ തൊട്ട് എനിക്കൊരുപാട് പ്രിയപ്പെട്ട എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. അതാണ് ചെട്ടിക്കാട് സെൻറ്റ് ആൻ്റണീസ് ഷ്രൈൻ, ചെട്ടിക്കാട് പള്ളി. ഈ പള്ളിയിൽ വന്നിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സിനിമയിലേക്കൊക്കെ നമ്മളുടെ മുഖം വരണം എന്നും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇതേ ഒരു നാട്ടിൻ പുറത്തുനിന്ന് ഒരാൾ ഇവിടെ ക്ലബ് FM പോലുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ആർജാവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷേ ഇവിടെ വന്ന് ഒരുപാട് മുട്ടിലഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട്, സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ് പുതിയ ജോലിക്ക് തുടങ്ങുമ്പോഴൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കരുതി പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ. അപ്പോൾ അന്തോണി സുണ്ണിയാളിനെ കണ്ട് മാതാവിനെയൊക്കെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമുക്ക് പതുക്കെ തുടങ്ങാം. ഓക്കെ, എൻ്റെ നൊസ്റ്റാൾജിയ കുറേ ഉറങ്ങുന്ന എൻ്റെ ആ സ്പേസിലേക്ക് നമ്മളിതാ എത്തി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അകത്തെത്തിയിട്ട് ഓക്കെ വാ. നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ആ ആളുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ആളവിടെ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ബാക്കി അവരെ ഞാൻ അകത്ത് എന്നിട്ട് പരിചയപ്പെടുത്തരാം. ഓക്കെ വാ. ആരുമില്ല. ആണോ? ഞാൻ വീടെത്തി. വന്നോണ്ടിരിക്കണോ? വന്നോണ്ടിരിക്കാം. ഓ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് വേണം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ? ജോയിച്ചേട്ടൻ, ഞാൻ ചോദിച്ചത് ഇതാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ നായകനെ നായിക ജോയിച്ചേട്ടൻ. ഇതാണ് നമ്മുടെ നായിക ആൻചേച്ചി. കുറേ കടപ്പാടുണ്ട്. അതായത് വളർത്തിയത് ഏറെക്കുറെ ഇവരൊക്കെ തന്നെയാണ്. ഫുഡ് തന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി കാലം അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര അച്ഛനെയാണെങ്കിൽ അച്ഛന് പണി ഓട്ടി പോണാണല്ലോ. നേരം പൈസ ചേട്ടനും അന്നൊക്കെ കുറച്ച് വിഷമങ്ങളുണ്ടായി. അലർജി വന്നിട്ട് സിമെന്റ് തൊടാൻ പണിയാണല്ലോ, നിർമ്മാണ തൊഴിലാളിയല്ലേ. അപ്പൊ സിമെന്റ് തൊടാൻ വിട്ടുകഴിയുമ്പോൾ അലർജി അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ പോണില്ല പണിക്ക്. പോലും ചിലപ്പോ പോവും, ചിലപ്പോ പോകില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. അന്നേരം ഞാൻ പശുക്കളെ വളർത്തി, ഒരു 3-4 പശുക്കളും അതിന്റെ കുട്ടികളും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു. അപ്പൊ അതിലൊരു പങ്ക് ഇവർക്കും കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. കുറെ പേര് ഇങ്ങനെ ചോദിച്ചേ, ഇതൊക്കെ അതായത് ഇതൊക്കെ ഉള്ളത് തന്നെയാണോ, ഞാൻ ഇനി ഉണ്ടാക്കി പറയുന്നതാണോ, ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല.
ചേച്ചിനോട് ആൾക്കാർ വിളിച്ചിട്ട് എന്തൊക്കെ ചോദിച്ചത്? അല്ല, എന്നോട് ചോദിച്ചത് ഇത് ശരിയാണോ, അത് ഇങ്ങനെ ഒരു ലിങ്ക് ഞങ്ങൾ ഇങ്ങനെ ഇത് കണ്ടല്ല, യൂട്യൂബിൽ കണ്ടല്ല. അപ്പൊ കുറച്ച് പേർക്ക് അറിയാം. ഇപ്പൊ ഇവിടെ ചേച്ചിയുടെ മക്കൾക്കൊക്കെ അറിയാം നിങ്ങളിവിടെ ഉണ്ടായിരുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അമ്മയ്ക്കൊക്കെ അറിയാം, അമ്മയുടെ അനിയത്തിക്കറിയാം. ഞങ്ങൾ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഫാമിലി ഇവരുടെയാണ്. അപ്പോൾ ഇവിടുത്തെ ജിൻ ചേച്ചി ആദ്യമായിട്ട് വന്ന് നമ്മളെ വീട്ടിൽ വന്ന് ചോദിക്കുക ചെയ്തത് ഗദ്ദാഫിന് ഒരു ദിവസം കൊണ്ടുവന്ന് ഇവിടെ കിടത്തു വന്ന് നിങ്ങൾ പോലും വിചാരിക്കേണ്ടാവില്ല എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ഇഷ്ടമായി, ഞങ്ങൾ കളിപ്പിക്കും. അപ്പൊ ഒരു ദിവസം കിടത്തിയാലോ എന്നിങ്ങനെ വിളിച്ചാ വരുവോ എന്നൊരു സംശയം ഉണ്ടായി. അങ്ങനെ വിളിച്ചപ്പോ നീ വന്നു. ആ കിടക്കാലോ, നീ സമ്മതിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ടേ ഇല്ല. അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറയാൻ എന്താണ് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മെല്ലാവരും കൂടി ഞങ്ങള് എന്നിട്ട് ചെറുപ്പത്തിലേ ഞങ്ങള് ഒരു കല അരിയൊക്കെ ആയിട്ട് ചോറൊക്കെ ആയിട്ട് ഇവിടെ വരും. ഞങ്ങളുടെ കറിയും കൊണ്ടുവരും, ഇവരുടെ കറിയും കൊണ്ടുവരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഈ ഹാളിലാണ് നമ്മൾ ഫുൾ കിടക്കുക, തിന്നും, ഇവിടെ ഇരുന്ന് കഴിക്കും, ഇവിടെ കിടക്കും. അല്ലേ, ഭയങ്കര രസമായിരുന്നത്. അതൊന്നും ഇനി തിരിച്ചു വരണൊരു പ്രശ്നമില്ലല്ലോ ആ കാലങ്ങള്. നമ്മളൊരു ഫാമിലി പോലെ കഴിഞ്ഞ ആൾക്കാരല്ലേ. ഞങ്ങള് പോയിട്ട് എന്താ പിന്നെ ഞങ്ങള് മിസ് ചെയ്താ. പിന്നെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് കിഴക്കോട്ട് പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇടയ്ക്ക് വരുമായിരുന്നില്ലേ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടും, അതായത് ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പറവൂർക്ക് പോയ പിന്നെയാണ് നമ്മുടെ കണക്ഷൻ കുറച്ച് പോക്ക് വരെ നിന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പൊ ചോദിച്ചാൽ വയ്യാണ്ടായി, ഞങ്ങൾക്ക് അങ്ങ് വരാൻ പറ്റാണ്ടായി, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നായിരുന്നു. അല്ലാതെ നമ്മൾ ഇവിടെ ആയിരുന്നപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകും. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ചേച്ചിയോട് ഇവിടെ വന്നപ്പോൾ ചേച്ചിയോട് വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതായത് ചേച്ചി നോക്കിയോ, എന്തെങ്കിലും ഞാനിങ്ങനെ സിനിമയിലോട്ടൊക്കെ വരുന്ന സമയത്ത്, ഞാൻ വലിയ ആളാവുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ചേച്ചിയുടെ കഥയായിരിക്കും ആദ്യം പറയാ. കാരണം ചേച്ചിക്ക് ഞങ്ങളുടെ ലൈഫിൽ വലിയ പാട്ടാണ്. ചേച്ചി അന്ന് തന്നെ കളിയാക്കി, ഓ ചുമ്മാ. അതെ, അതായത് പണ്ട് ഞങ്ങളെക്കാൾ കുറച്ച് ഭേദപ്പെട്ട ഫാമിലിയാണെന്ന് ഇവരുള്ളൂ. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ പ്രാരാബ്ദവും സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പശുവിനെ വളർത്തി ജീവിക്കുന്നത് കൊണ്ട് ഇവിടെ ഏത് നേരവും മറ്റേ പാലുണ്ടാവും. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പാല് കുറെ ബാക്കി വരും. അപ്പോൾ ചേച്ചി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മൊന്തയിൽ കുറച്ച് പാലായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചായ തിളപ്പിച്ച് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മോരുണ്ടാവും ഇവിടെ അല്ലേ, മോരോ തൈരമായിട്ട് വീട്ടിൽ വരും. മോരും തൈരൊക്കെ കൂട്ടി അതുകൊണ്ട് തന്നെ സകല ദിവസവും മോരും തൈര് മാത്രമായിരിക്കും കറി ഉണ്ടാവുക അല്ലേ. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് ഇവിടെ ജിൻ ചേച്ചി ഇവിടെ നന്നായിട്ട് ഇവിടുത്തെ ചെട്ടിക്കാടിലെ കേസിത്രയായിരുന്നു ജിൻ ചേച്ചി പാട്ടിലും ഡാൻസിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു ഇവിടെ. അത് ജിൻ ചേച്ചി സംഗീതം പഠിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പിള്ളേർക്കൊക്കെ, ഇവിടെ അടുത്തുള്ള പിള്ളേർക്കൊക്കെ ചേച്ചിയാണ് സംഗീതം പഠിപ്പിക്കുന്നത്. അങ്ങനെ എനിക്കൊരു 4 വയസ്സുണ്ടാവും അല്ലേ. 4 വയസ്സുള്ള സമയത്താണ് ഇവർ ഇങ്ങോട്ട് പറയുന്നത്. എനിക്ക് സംഗീതം പഠിക്കാനും ഡാൻസ് പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചേച്ചി ഇങ്ങോട്ട് വരിക പറയുക ചെയ്തൊരു ദിവസം ഞങ്ങളിവിടെ നോക്കുമ്പോ ഇവൻ അവിടെ വരാന്തിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യണതാണ്. നീ ഓർക്കണ്ട, ഒരു ഒക്ടോബർ മാസത്തിലെ പെരുന്നാളിന്, മാതാവിന്റെ പെരുന്നാളിന് നിന്നെ ജിൻ ചേച്ചി ഡാൻസ് പഠിപ്പിച്ചിട്ട് ഫസ്റ്റ് വാങ്ങിയെന്ന്. 5 വയസ്സുള്ളൂ, 5-6 വയസ്സൊക്കെ ഉള്ളൂ അല്ലേ. ആ വയസ്സിൽ, അതായത് അപ്പത്തോട്ട് സംഗീതം പഠിപ്പിച്ചു തുടങ്ങിയത്. ഏതാണ്ട് ഒരു വർഷത്തോളം വന്നെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ മടി പിടിച്ച് മാറി. പക്ഷെ അന്ന് ചേച്ചി പഠിപ്പിച്ച പാട്ടും ഡാൻസും ആണ് പിന്നീട് ലൈഫിലേക്ക് വലിയൊരു വഴിത്തിരിവായി മാറി. അന്ന് ചേച്ചി ഞങ്ങൾക്ക് അറിയാമായിരുന്നു എനിക്ക് കലാവാസന ഉണ്ടെന്ന്. ഞങ്ങള് മനസ്സിലായി. ഇല്ലെങ്കിൽ നീ അവിടെ നിന്ന് കളിക്കൂലല്ലോ. അങ്ങനെ അവൻ വലിയ ചെക്കനായി, അവൻ വലുതായി, അവനെ കയ്യിലെ പോവുകയാണ്, നമ്മളറിയാവോ എന്ന് പറഞ്ഞു. വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്നതായിരുന്നു നമ്മളുടെ വീട്. ചെറിയ വീട്, ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ഇറയനും മാത്രം ഉണ്ടായിരുന്ന ഒരു ഓടിട്ട വീടായിരുന്നു. അത് ഇപ്പൊ പൊളിച്ചു കളഞ്ഞാ. ഞങ്ങളപ്പോ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് വരാം ചേച്ചി. അപ്പൊ ജ്യൂസൊക്കെ റെഡി ആക്കി വെച്ചോ, പെട്ടെന്ന് കുളിച്ചിട്ട് പോവാം. പോട്ടെ ഇങ്ങോട്ട് വരണോട്ടാ. പിന്നെ അപ്പൊ ശരി. നമ്മളുടെ ചേച്ചിയുടെ വീട് പോലെ തന്നെ നമ്മളുടെ വീടിന്റെ തൊട്ട് അപ്പുറം താമസിച്ചിരുന്ന ഫാമിലിയാണ് ഇവരെ നമ്മൾ പിന്നെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ടുണ്ടായിരിക്കും ഇവരെ കണ്ടിട്ട്. നമ്മളെന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവരെയും കൂടെ കണ്ടിട്ട് പോവാം. ഓക്കെ, വാ. അറിയോ? വാ ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞേ 20 കൊച്ചായിരിക്കുമ്പോ കണ്ടിട്ടുള്ളതാ. ഇപ്പൊ 20 വർഷത്തിൽ കൂടുതലായി. എന്റെ കളിക്കൂട്ടുകാരുടെ അമ്മയാ. അതായത്
ഒന്നില്ലെങ്കിൽ ആൻചേച്ചിയുടെ വീട്ടില് അല്ലെങ്കിൽ ഇവിടെ രണ്ടുപേരുണ്ട്. ജിതുകുട്ടനും ജിസ്നാമോളും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരായിരുന്നു എൻ്റെ കൂട്ടുകാര്. അപ്പുറത്തെ ടിൽസി ഉണ്ടായിരുന്നു. അവളെന്ത് ആ നീ ആലോചിക്കാനേ പറ്റുന്നില്ല അവള് കന്യാസ്ത്രീ ആയിരുന്നൊക്കെ. ജിതുകുട്ടനാ ഞാനും ജിസ്നാമോളും കൂടെ ആണ് ഒരു ഡാൻസ് കളിച്ചിട്ടുള്ളത് ഇവിടെ. ഇവളുണ്ടല്ലോ ഇവള് പ്രശ്നക്കാരിയായിരുന്നു ചെറുപ്പത്തില്ലേ. ഇവള് എന്നെ പിടിച്ചൊക്കെ ഇടിക്കുവായിരുന്നു. ഇവള് കന്യാസ്ത്രീ ആയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു ഞെട്ടലായിരുന്നു. ഇവള് കുറുമ്പിയായിരുന്നല്ലോ ചെറുപ്പത്തില്ലേ. ഇവൻ പാവമായിരുന്നു പക്ഷെ അവള് പ്രശ്നമായിരുന്നു. അപ്പൊ അവള് കന്യാസ്ത്രീ ആയി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഞെട്ടലായിരുന്നു. ഇതാണ് അവള്. ഇതാണ് എന്റെ കളിക്കൂട്ടുകാരി ജിസ്ന. എന്തായാലും കൊള്ളാം, സുഖമായിട്ടിരിക്കുന്ന അവള്. ഇപ്പൊ എവിടെ? കൊച്ചിയിലാ? ഈ ആൻചേച്ചിയും അജിൻ ചേച്ചിയൊക്കെ എന്റെ കലാജീവിതത്തെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവര് എന്റെ മറ്റേ സ്പിരിച്വൽ ലെവലിലേക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്. ഇവിടെ എപ്പോഴും ഈ ഒരു പ്രാർത്ഥനത്തേക്കും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് ഇതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ പഠിച്ചത്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇവരുടെ വീട്ടില്. ഒരു ഭയങ്കര സ്പിരിച്വൽ ആയിട്ട് ഉള്ള ഫാമിലിയാ. അപ്പൊ ഇവിടെ വന്നിട്ടാണ് നമുക്ക് അങ്ങനെ പള്ളിയിലേക്കും ഒക്കെ ഉള്ളൊരു വഴി തുറക്കപ്പെട്ടത് അല്ലേ. അതെ അതെ ശരി. അപ്പൊ അവളോട് പറയട്ടാ. കുറേ കാലത്തിന് ശേഷം നമ്മൾ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു സ്ഥലത്തെത്തി നമ്മളുടെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് അറിഞ്ഞ് അവിടുത്തെ കാറ്റും മണമൊക്കെ കൊണ്ട് തിരിച്ചു പോകുമ്പോൾ മനസ്സിലെന്തോ ഒരു നല്ല ഫീലാണ്, വേറെ ഫീലാണ്. യെസ്, അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വീടുണ്ടായിരുന്ന സ്ഥലം. പക്ഷേ ഇപ്പോൾ ആ വീടൊക്കെ അവർ പൊളിച്ച് കളഞ്ഞു. നമ്മളിവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അപ്പം ഒരു ചെറിയ വീടായിരുന്നു. ആ വീടൊക്കെ ഇപ്പോൾ പൊളിച്ച് കളഞ്ഞു. ഇവിടെ മതിലൊക്കെ വന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇത് ഫുൾ ഒരു ഒറ്റ പറമ്പായിരുന്നു. ആ പറമ്പിൻ്റെ നേരെ നോക്കിയാൽ ആൻചേച്ചിയും ചോദിച്ചാൽ വീട് ഇവിടെ നേരെ ഒറ്റ ഓട്ടമാണ് അവരുടെ വീട്ടിലേക്ക്. പക്ഷേ ഇപ്പോൾ ഇവിടെ മതിലൊക്കെ വന്നു, വേറെ വീടുകളൊക്കെ ആയി. പറമ്പൊക്കെ ഇവിടെ കുളമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. ആ കുളമൊക്കെ അവർ നികത്തി. ആ കുളം നികത്തി അതിന് മേലെ വീടൊക്കെ വന്നു തുടങ്ങി. ഇവിടെയൊക്കെയാണ് നമ്മൾ ക്രിക്കറ്റ് കളിച്ചിരുന്നതും ഫുട്ബോൾ കളിച്ചിരുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞ മറ്റേ പറമ്പിൽ മറ്റേ ക്ഷീണിച്ച് വലഞ്ഞ് നടന്നതൊക്കെ ഈ പറമ്പാണ്. ഈ പറമ്പിന് നേരെ ആൻചേച്ചിയുടെ വീട്ടിലേക്ക് ഓടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ നാട്ടിലും ആ നാട്ടിൽ ഒരേ ഒരു TV ഉള്ള കേബിൾ കണക്ഷനുള്ള ഒരു വീടുണ്ടാവുമല്ലോ. ഞാനും കുഞ്ഞിനും ജിൻ ചേച്ചിയൊക്കെ സ്ഥിരമായിട്ട് രാവിലെ മുതൽ രാത്രി വരെ TV കാണാൻ വന്നിരുന്ന വീട് അലക്സേട്ടൻ്റെ ഈ വീടായിരുന്നു. ഇവിടെ മാത്രമേ കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തൊട്ട് ഇവിടെ രാത്രി വരെ ഇവിടുത്തെ ഉള്ള സകലമാന കുട്ടികളുടെയും താമസ സ്ഥലം ഇതായിരുന്നു. ഇവിടെയൊക്കെ TV കാണാൻ വന്നിരുന്ന് മറ്റേ CD ഇട്ട് നിറമൊക്കെ കണ്ട് എത്ര തെരുവിളി കേട്ടാക്കുന്നു. എനിക്ക് അലക്സേട്ടനൊക്കെ ഒരുപാട് ആ സമയത്തൊക്കെ മനസ്സിൽ ചിലപ്പോൾ തെറി പറഞ്ഞു കാണും. പക്ഷേ നല്ല വീട്ടുകാരായിരുന്നു. നമ്മൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജുള്ള വീട് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ചുമ്മാ വെറുതെ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് തണുത്ത വെള്ളം കുടിക്കുമായിരുന്നു. ഇവിടെ മാത്രമേ അന്ന് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന വീടാണിത് എനിക്ക്. ഓക്കെ, വാ. ഇത്ര നേരം നമ്മൾ കാണിച്ചു തന്നതും സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ പറ്റിയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തെ പറ്റിയൊക്കെയാണ്. ആ ഫസ്റ്റ് വീഡിയോ നമ്മൾ എയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത്രയൊക്കെ തുറന്ന് പറയണോ, അല്ലെങ്കിൽ ഒരുപാട് പേര് സിമ്പത്തറ്റിക് ആയിട്ട് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സിമ്പത്തറ്റിക് ആരുടെയും സിമ്പതി കിട്ടാനോ അല്ലെങ്കിൽ ആരുടെയും ഇഷ്ടം കിട്ടാനോ വൈറലാവാനോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് എൻ്റെ സ്റ്റോറി പറഞ്ഞത് തുടങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതും ഒട്ടും ഫിൽറ്റർ ഇല്ലാതെ എൻ്റെ സ്റ്റോറി എന്താണോ അതിലൊരു മസാലയും ചേർക്കാതെ അത് അങ്ങനെ തന്നെ പറഞ്ഞ് തുടങ്ങണം ആത്മാർത്ഥമായിട്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പിന്നിലുള്ളൊരു വിഷൻ അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യം പറയുമ്പോൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരാൾ കൂടിയുണ്ട്. അതായത് നമ്മളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളില്ല എന്ന് ദൈവത്തിനോട് പരാതി പറയുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് തിങ്ങിൽ എപ്പോഴും ദൈവത്തോട് നന്ദി പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാവില്ലേ, അതായത് നമ്മളുടെ ലൈഫിനേക്കാളും അല്ലെങ്കിൽ എൻ്റെ ലൈഫിനേക്കാളും അയാളുടെ ലൈഫ് ബെറ്ററായി കാണണമെന്നും, അല്ലെങ്കിൽ നമ്മളുടെ വിജയത്തിൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷം വരുന്ന, നമ്മളുടെ സങ്കടത്തിൽ നമ്മളെക്കാൾ കൂടുതൽ സങ്കടം വരുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ പറയുന്ന പോലെ ഞാൻ ഭയങ്കര റിച്ചാണ്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു 3 ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ കൂടെ പിടിക്കാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാളെ കൂടെ പരിചയപ്പെടുത്തി തരണം എന്നാണ്. കയറി വാടാ മക്കളെ, വാ ഇങ്ങോട്ട് വാ. നമ്മൾ വളരെ ഫോർമലായിട്ട് ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഏറെക്കുറെ നമ്മളുടെ ക്ലോസ് സർക്കിളിനൊക്കെ അറിയായിരിക്കും.
ഒരു 12-13 വർഷമായി അല്ലേ? 13 വർഷമായി. +1 നിന്ന് കിട്ടിയതാണ്. ഇതൊരു ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ല. ഇപ്പോഴും കൂടെ ഉണ്ട് എപ്പോഴും. ഇപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം ഇയാളാണ്. ഞാൻ പറഞ്ഞ പോലെ എന്നേക്കാൾ ആത്മവിശ്വാസം ഇയാൾക്ക് ഉണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ. എല്ലാവരും എൻ്റെ അഭിനയത്തിനൊക്കെ കുറേ ട്രോളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇയാൾക്കൊരു വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഇല്ലാത്തൊരു വിശ്വാസം ഇയാൾക്കുണ്ട്. എന്താ ആ വിശ്വാസത്തിന് പിന്നിലൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം ചുമ്മാ ഇവനോട് പറഞ്ഞതാ, ഇവൻ്റെ ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്ത് ആ കുട്ടിക്ക് എൻ്റെ പേരിടണമെന്ന്. ഈ വൃത്തിയിട്ടവൻ അത് സീരിയസ് ആക്കി എടുത്ത് ഇവൻ്റെ കൊച്ചിൻ്റെ ആദ്യത്തെ കൊച്ചിന് ഗദ്ദു എന്ന് വിളിപ്പേരിട്ടുണ്ടെങ്കിൽ ചുമ്മാ വെറുതെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുത്ത് കൊച്ചിന് കുറച്ച് കാലം ഗദ്ദു എന്ന് ഇയാൾ വിളിക്കണ്ടായിരുന്നത്. എന്താ കാര്യം? അതോട് മാറ്റി. അത് അത്രയും സിൻസിയറാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ വീഴ്ച ഉണ്ടായപ്പോൾ കൂടെ നിന്നിട്ടുള്ളത് ഇയാളാണ്. ഞാൻ പുറത്തേക്ക് ദുബായിലേക്കൊക്കെ പോകുന്ന സമയത്തും വെയിലത്തേന്ന് മാറിക്ക് പുറത്തേക്ക് ദുബായിലേക്കൊക്കെ പോകുന്ന സമയത്തും എൻ്റെ അച്ഛനും ഇവിടെ ഒറ്റയ്ക്കായി ഇരിക്കുമ്പോഴും എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാനില്ലെങ്കിലും സാരില്ല, ആദർശ് ഇവിടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് ലൈഫിൽ. ഇടയ്ക്കൊക്കെ ഞാൻ ചുമ്മാ ഒരു പനിയൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഞാൻ മരിച്ചു പോവോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ആരാണെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ഞാനൊരു ഓവർ തിങ്കർ ആയതുകൊണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ കണ്ടെത്തുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് എൻ്റെ എല്ലാമായിട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ടല്ലോ ദൈവമേ എന്നുള്ളതാണ്. കുറച്ച് ഓവറായി. അപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ ഈ പറയുന്ന പോലെ ഏറ്റവും ആദ്യം കൂട്ടിച്ചേർക്കപ്പെടേണ്ട പേര് ആദർശിൻ്റെ തന്നെയാണ്. ഒരു താങ്ക്സ് ഒന്നും പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എന്തായാലും താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ താങ്ക് യു ഫോർ ബീങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓവർ 12 years അല്ലേ? ഓക്കെ, അപ്പോ ഇതാണ്. നീ വേണേ തന്നോ? കണ്ണറിഞ്ഞ അപ്പോ ഇത്രയുള്ളായിരുന്നു ഈ പറയുന്നല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെയും എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസും ഒക്കെ കാണിച്ചിരുന്ന വീഡിയോയിൽ ഇയാളുടെ കൂടെ ഫേസ് വരണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. സോ ഒരിക്കൽ കൂടെ പറയാണ്, ഞങ്ങളുടെ ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്ലാൻ ഇല്ല. അതൊക്കെ നാച്ചുറലി സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ നല്ലത് വരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആദ്യത്തെ എപ്പിസോഡിന് തന്ന പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും കൂടെ നിന്നതിനൊക്കെ എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടെ നന്ദി. അപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയും നാൾ കൂടെ നിന്നിരുന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവുന്നത്. സോ താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ബൈ.